ഹായ് ഓൾ, സി ലേണിംഗ് ഹബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 PSC നടത്തിയ വിവിധ പരീക്ഷകളിൽ ചോദിച്ച കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? മധ്യപ്രദേശ്. ഇന്ത്യയുടെ 58ാമത്തെ ടൈഗർ റിസർവാണ് മാധവ് നാഷണൽ പാർക്ക്, മധ്യപ്രദേശ്. 57ാമത്തെ ടൈഗർ റിസർവാണ് രത്തപ്പാന ടൈഗർ റിസർവ്, മധ്യപ്രദേശ്. രത്തപ്പാന ടൈഗർ റിസർവ്, മധ്യപ്രദേശ്. ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യമാണ് ചൈന. ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യമാണ് ചൈന. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷനാണ് വി സുനിൽകുമാർ. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷനാണ് വി സുനിൽകുമാർ. 2025 ജനുവരിയിൽ സ്ഥിരം ഗ്രാമ ന്യായാലയ, അതായത് ഗ്രാമക്കോടതി അദാലത്ത് ആരംഭിച്ചതോടെ സംസ്ഥാനത്തെ ആദ്യത്തെ തർക്കരഹിത നിയോജക മണ്ഡലമായി മാറാൻ പോകുന്ന മണ്ഡലമാണ് വാമനപുരം. സംസ്ഥാനത്തെ ആദ്യത്തെ തർക്കരഹിത നിയോജക മണ്ഡലം വാമനപുരം. മെനിഞ്ചൈറ്റിസിനെതിരെ MEN5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യ രാജ്യമാണ് നൈജീരിയ. മെനിഞ്ചൈറ്റിസിനെതിരെയുള്ള വാക്സിനാണ് MEN5CV. നിർമ്മിച്ച രാജ്യം നൈജീരിയ. ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരമാണ് മുംബൈ. ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള ഇന്ത്യൻ നഗരം മുംബൈ. ചാറ്റ് GPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ നഗരമാണ് ഇറ്റലി. ചാറ്റ് GPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ നഗരമാണ് ഇറ്റലി. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയ വ്യക്തിയാണ് EV രാമകൃഷ്ണൻ. മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ EV രാമകൃഷ്ണൻ. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വ്യക്തിയാണ് K ജയകുമാർ. അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരം പിങ്കള കേശിനി. ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടമാണ് സ്പാഡക്സ്. ഡോക്കിംഗ് മീൻസ് സ്പേസിൽ വെച്ച് ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സാറ്റലൈറ്റ് ജോയിൻ ചെയ്യുന്ന ടെക്നോളജിയാണ് സ്പേസ് ഡോക്കിംഗ് ടെക്നോളജി. അത് ഉപയോഗിക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഫസ്റ്റ് US, റഷ്യ, ചൈന, 4ാമത് ഇന്ത്യ. 2024 ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ 1ാമതുള്ള നഗരമാണ് ലാഹോർ. 2024 ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ 1ാമതായത് ലാഹോർ. താങ്ക് യു.